ഇന്ത്യയുമായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നേരത്തെ അംഗീകരിച്ച ബാൻഡ്വിഡ്ത്ത് ട്രാൻസിറ്റ് കരാർ റദ്ദാക്കിയതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബാൻഡ്വിഡ്ത്ത് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റായി പ്രവർത്തിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാൻ ബംഗ്ലാദേശിന്റെ ഇന്റർനെറ്റ് റെഗുലേറ്റർ തീരുമാനിച്ചതായാണ് വിവരം. ഇത് ഒരു പ്രാദേശിക ഇന്റർനെറ്റ് ഹബ്ബാക്കാനുള്ള രാജ്യത്തിന്റെ സാധ്യതയെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് അതിവേഗ ബാൻഡ്വിഡ്ത്ത് നൽകാനുള്ള നിർദ്ദേശം ബംഗ്ലാദേശ് കമ്പനികളായ സമ്മിറ്റ് കമ്മ്യൂണിക്കേഷനും ഫൈബർ ആൻഡ് ഹോമും സമർപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതിക്കായി ടെലികോം മന്ത്രാലയത്തെ സമീപിച്ചു. ഇന്ത്യൻ ടെലികോം ഭീമനായ ഭാരതി എയർടെലുമായി സഹകരിച്ച അഗൗറ അതിർത്തിയിലൂടെ ബാൻഡ്വിഡ്ത്ത് റൂട്ട് ചെയ്യുന്നതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഡിസംബർ 1 ബംഗ്ലാദേശ് ടെലികമ്മ്യൂണിക്കേഷന്റെ റെഗുലേറ്ററി കമ്മീഷൻ വഴി യൂനുസ് സർക്കാർ കരാർ റദ്ദാക്കാൻ ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ കണക്ടിവിറ്റിക്ക് കാര്യമായ പ്രയോജനം നൽകുമ്പോൾ ട്രാൻസിറ്റ് സൗകര്യം ബംഗ്ലാദേശിന് സാമ്പത്തിക നേട്ടം നൽകില്ലെന്ന് BTRC വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ഈ തീരുമാനത്തെ സാമ്പത്തിക പരിഗണനയേക്കാൾ കൂടുതൽ സ്വാധീനിച്ചതായി തോന്നുന്നുണ്ട്. നിലവിലുള്ള ഉഭയകക്ഷി പിരിമുറുക്കങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് പ്രധാന ഘടകമായി തിരിച്ചറിയുന്നത്. എന്നാൽ ബംഗ്ലാദേശ് കൂടുതൽ പണി ഇരന്നു വാങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ഓഗസ്റ്റ് മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ബംഗ്ലാദേശിൽ മനുഷ്യത്വരഹിത കുറ്റകൃത്യങ്ങൾ, കൂട്ടക്കൊല, ആസൂത്രിതമായ പീഡനം എന്നിവയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങളെ അവർ തുരങ്കം വയ്ക്കുകയും സാങ്കല്പിക കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ഉയർത്തുന്ന ആരോപണം. അതേസമയം ഇസ്കോണിൽ നിന്ന് അടുത്തിടെ പുറത്താക്കപ്പെട്ട ഒരു ഹിന്ദു സന്യാസിയുടെ അറസ്റ്റിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം കൂടുതൽ വർദ്ധിച്ചു. ബംഗ്ലാദേശ് പതാകയെ അനാദരിച്ചു എന്നാരോപിച്ചാണ് ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രതിഷേധം അക്രമാസക്തമാവുകയും പ്രോസിക്യൂട്ടറെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇതോടെ ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം കൂടുതൽ വഷളായി. ആയിരക്കണക്കിന് ഹിന്ദു സന്യാസിമാർ പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്തതോടെ ഇന്ത്യയിൽ വൻ പ്രതിഷേധം പുറപ്പെട്ടു. ഇതിനിടെ ത്രിപുരയിലെ ബംഗ്ലാദേശ് കോൺസുലേറ്റിന് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തുകയായിരുന്നു. ഇതോടെ രാജ്യത്തെ എല്ലാ ബംഗ്ലാദേശ് നയതന്ത്ര കാര്യാലയങ്ങളിലും ഇന്ത്യ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നതായി യൂനുസ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഹിന്ദു സമുദായത്തിലെ അംഗങ്ങൾ പൊതുവെ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണാനായിരുന്നത്. അതേസമയം ഇന്ത്യയുമായി സഹകരിക്കാതെ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി അടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി ബംഗ്ലാദേശിന് നല്ല ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനുസ് സർക്കാരിന് പ്രിയം പാകിസ്ഥാനോടാണ്. എന്നാൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായി മാറിയ ഇന്ത്യയെ പിണക്കിയാൽ ബംഗ്ലാദേശിന് തന്നെയാണ് നഷ്ടം. കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് വൻതോതിൽ ബംഗ്ലാദേശ് ആയുധങ്ങൾ വാങ്ങിയിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനിടയ്ക്കാണ് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത്. 52 വർഷങ്ങൾക്കു ശേഷം പാകിസ്ഥാനിൽ നിന്ന് ആയുധ ശേഖരവുമായി കപ്പൽ ബംഗ്ലാദേശിലേക്ക് എത്തുകയും ചെയ്തു. ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യവും ആഭ്യന്തര എതിർപ്പും കണക്കിലെടുക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു പ്രതികരണവും ബംഗ്ലാദേശിന് ലഭിച്ചിട്ടില്ല. ബംഗ്ലാദേശ് സർക്കാരിലുള്ള പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായാണ് സംസാരിച്ചത്. എന്നാൽ ആയുധം ആവശ്യപ്പെട്ട ബംഗ്ലാദേശിനോട് ആദ്യം പണം നൽകാനാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. 1971 ശേഷം ഇതാദ്യമായാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് നേരിട്ട് ആയുധം ആവശ്യപ്പെടുന്നത്. 50,000 വെടിയുണ്ടകളും 50 ടൺ ആന്റി-എക്സ് സ്ഫോടക വസ്തുക്കളും അടക്കമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന കാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ഷെയ്ഖ് ഹസീന മോശം ഭരണാധികാരിയായിരുന്നില്ല. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും പിടിച്ചുമാറ്റാനാവാത്ത ലെഗസിയുണ്ട് അവർക്ക്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ. 1975 ഓഗസ്റ്റ് 15 നടന്ന സൈനിക അട്ടിമറിയിൽ മാതാപിതാക്കളെയും 3 സഹോദരന്മാരെയും നഷ്ടപ്പെട്ടവൾ. അട്ടിമറി സമയത്ത് വിദേശത്തായതുകൊണ്ട് മാത്രം ജീവൻ നിലനിന്നവൾ. ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തമേറ്റവൾ.
ഇന്ത്യയിലെ പ്രവാസ ജീവിതത്തിനു ശേഷം 1981 ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയ ഹസീന പിതാവിന്റെ വഴിയിൽ അവാമി ലീഗിൽ സജീവമായി. മറ്റു ജനാധിപത്യവാദികളുമായി കൈകോർത്ത് പട്ടാള ഭരണത്തിനെതിരെ വീറോടെ പൊരുതി. ജനറൽ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിനെതിരായ പോരാട്ടത്തിന്റെ കാലം ഓർമ്മപ്പെടുത്തുന്നതാണ് അവരുടെ അനുയായികൾ ഹസീനയെ മനുഷ്യത്വത്തിന്റെ മാതാവെന്ന് വിളിക്കുന്നത്. ദേശീയ താരമായി ഹസീന മാറുകയായിരുന്നു. 1996 ആദ്യ ഊഴം ഇന്ത്യയുമായി ജലം പങ്കിട കരാറിൽ ഒപ്പുവെച്ചതടക്കം നിരവധി വിപ്ലവകരമായ നീക്കങ്ങൾ നടത്തിയെങ്കിലും വഴിവിട്ട ബിസിനസ് ഇടപാടുകളിലും ഭരണരംഗത്തെ അഴിമതിയിലും ഒന്നാം ഊഴത്തിൽ തന്നെ അവർക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി. ബീഗം ഖാലിദ സിയ പ്രധാനമന്ത്രിയായി. 90കളിൽ തുടങ്ങിയ ബീഗം പോര് രാഷ്ട്രീയ അനന്തരാവകാശികളായ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പോര് ഇന്നും ബംഗ്ലാദേശിൽ തുടരുകയാണ്. 2009 ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. പിന്നീട് അവർക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വന്നിട്ടില്ല. ബംഗ്ലാദേശിന് വലിയ സാമ്പത്തിക ശക്തിയായി തുടരാനുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് ലോകം വാഴ്ത്തിയത് ഈ ഭരണകാലത്തായിരുന്നു. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു. 25 ലക്ഷത്തിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയെന്നാണ് ലോകബാങ്ക് കണക്ക്. വസ്ത്ര കയറ്റുമതിയിൽ ലോക റെക്കോർഡുകൾ ഭേദിച്ചു. പത്മ പദ്ധതി അടക്കമുള്ള വൻകിട പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധിച്ചു. വിദേശ ഫണ്ടുകൾ ബംഗ്ലാദേശിലേക്ക് ഒഴുകി. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയമൊരുക്കിയത് ഷെയ്ഖ് ഹസീനയുടെ ആഗോള പ്രശസ്തിയേറ്റി. തീവ്രവാദി ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതിലും അവർ ഏറെ മുന്നോട്ടു പോയ കാഴ്ചയാണ് കണ്ടത്. രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് രാജ്യം വീണതോടെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു, കൂടുതലായി ആക്രമണങ്ങൾക്ക് ഇരയായി. രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് പിന്നാലെ ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ആക്രമിക്കപ്പെട്ടു. തുടർന്ന് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് പോലുള്ള ഹിന്ദു ഗ്രൂപ്പുകൾ ഈ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ മുന്നറിയിപ്പുകൾ നൽകുകയും ഇത്തരം ആക്രമണങ്ങൾ ഹിന്ദു മതത്തിനെതിരായ ആക്രമണം എന്ന് ആരോപിക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീന സർക്കാർ ഹിന്ദു ന്യൂനപക്ഷവുമായി ഉണ്ടാക്കിയ സഖ്യത്തിനെതിരായ പ്രതികാരം എന്ന നിലയിൽ 48 ജില്ലകളിലായി 278 പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണം നടന്നു. ഹിന്ദു സമൂഹം ഹസീനയുടെ മതേതരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നയങ്ങളിലും രാഷ്ട്രീയത്തിലും വിശ്വസിച്ച് അവർക്കൊപ്പം ചേർന്നു നിന്നവരായിരുന്നു. എന്നാൽ ഹസീന വീണതോടെ യാഥാസ്ഥിതിക മുസ്ലിം ശക്തികളുടെ പ്രധാന ലക്ഷ്യമായി ഹിന്ദുക്കൾ മാറി. കാലങ്ങളായി രാജ്യത്തെ പ്രബല മതവിഭാഗമായ മുസ്ലിങ്ങളിൽ നിന്നും വെറും 10% മാത്രമായ ഹിന്ദു സമുദായം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സാമൂഹിക ബഹിഷ്കരണം മുതൽ അക്രമാസക്തമായ പ്രകോപനങ്ങൾ വരെയുള്ള പലതരത്തിലുള്ള വിവേചനങ്ങൾക്ക് ഹിന്ദുക്കൾ വിധേയരാകുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ പൊതുവിൽ രണ്ട് സമുദായങ്ങളും പരമാവധി സമാധാനത്തിൽ കഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സെക്യുലർ ചിന്താഗതി രാജ്യത്ത് നടപ്പാക്കാനായിരുന്നു ഹസീന പ്രയത്നിച്ചിരുന്നത്. എന്നാൽ ഹസീനയെ അധികാരഭ്രഷ്ടയാക്കിയതോടെ കഠിനാധ്വാനത്തിലൂടെ പുലർത്തിയിരുന്ന സംയമനം അപ്രത്യക്ഷമാവുകയും സാഹചര്യങ്ങൾ ഭീതിജനകമായി മാറുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ എത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലാണ്. രാഷ്ട്രീയവും മതവും രാജ്യത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. സർക്കാർ സംവിധാനത്തിന്റെ സുരക്ഷയിൽ രാജ്യത്തെ ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളും കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. സാമുദായിക സംഘർഷങ്ങൾ ശമിക്കുന്നില്ലെങ്കിലും മതസൗഹാർദ്ദത്തിന്റെയും മതേതര ഭരണ സംവിധാനത്തിന്റെയും ഇത്രയും കാലത്തെ പുരോഗതിയെ ഇല്ലാതാക്കും. ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലെ പ്രശ്നങ്ങൾക്കിടയിലും ബംഗ്ലാദേശുമായുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വെല്ലുവിളിയുമുണ്ട്. ബംഗ്ലാദേശിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് വ്യാപാരം, സുരക്ഷ, പ്രാദേശിക സഹകരണം എന്നിവയുടെ കാര്യത്തിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആത്യന്തികമായി ബംഗ്ലാദേശിലെ ഹിന്ദു മുസ്ലിം ബന്ധത്തിന് ഭാവി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ മതസമൂഹങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമുള്ള ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കഴിവിനെ ആശ്രയിച്ചായിരിക്കും. മതപരമായി നടക്കുന്ന ആക്രമണങ്ങളുടെയും വിവേചനങ്ങളുടെയും മൂലകാരണങ്ങൾ പരിഹരിക്കാനുള്ള യോജിച്ച ശ്രമമില്ലെങ്കിൽ ബംഗ്ലാദേശിലെ പ്രതിസന്ധി രാജ്യത്തിന് മാത്രമല്ല മേഖലയിലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.